എല്ലാവർക്കും ഭൂലോകം ടിവിയിലേക്ക് സുസ്വാഗതം. ഉത്തരം കിട്ടാതെ നിലനിൽക്കുന്ന 10 ടൈറ്റാനിക് ദുരൂഹതകൾ. ഒരു നൂറ്റാണ്ടിന് ശേഷവും ടൈറ്റാനിക്കിൻ്റെ പല രഹസ്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥരെ ഇപ്പോഴും അമ്പരപ്പിക്കുന്നു. സമീപത്തുള്ള മറ്റു 2 കപ്പലുകൾ ടൈറ്റാനിക്കിൻ്റെ ദുരന്ത സന്ദേശം അവഗണിച്ചോ? ഒരു അത്യാധുനിക ആഡംബര കപ്പലിന് മുങ്ങുന്നതിന് മുമ്പ് എങ്ങനെ 2ആയി മുറിഞ്ഞു പോകാൻ കഴിയും? എന്തുകൊണ്ട് ആവശ്യത്തിന് ലൈഫ് ബോട്ടുകൾ ഇല്ലായിരുന്നു? നമുക്ക് കഥയിലേക്ക് കടക്കാം. ടൈറ്റാനിക് 2ആയി പിളർന്നത് എന്തുകൊണ്ട്? 1985 അവശിഷ്ടം കണ്ടെത്തിയപ്പോൾ 882 അടി നീളമുള്ള കപ്പൽ മുങ്ങുന്നതിന് മുമ്പ് പിളർന്നതായി അന്വേഷകർ കണ്ടെത്തി. പക്ഷേ എന്തുകൊണ്ട്? ആർക്കും ശരിക്കും അറിയില്ല. ലോഹത്തെ വേർപെടുത്താൻ കഴിയുന്ന ഉയർന്ന സാന്ദ്രതയിലുള്ള സ്ലാഗ് എന്ന ഉരുകൽ വസ്തു അടങ്ങിയ ഹൾ റിവറ്റുകളെ അഥവാ ലോഹപ്പിന്നുകളെ ചില ശാസ്ത്രജ്ഞർ കുറ്റപ്പെടുത്തി. അതായത് വെൽഡിങ്ങൊക്കെ വരുന്നതിന് മുമ്പ് ഇത്തരം ലോഹപ്പിന്നുകളാണ് കൂട്ടിയോജിപ്പിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ടൈറ്റാനിക് ഒരു മഞ്ഞുമലയിൽ ഇടിച്ചപ്പോൾ വെള്ളം ഒഴുകിയെത്തിയെന്നും കപ്പലിൻ്റെ ഓരോ വശവും മർദ്ദം കാരണം വേർപെട്ടെന്നും പലരും വിശ്വസിക്കുന്നു. സയൻറ്റിഫിക് അമേരിക്കനിൽ റിപ്പോർട്ട് ചെയ്ത ഒരു പഠനത്തിൽ കപ്പലിൻ്റെ അടിഭാഗത്തിൻ്റെ ഘടന ഏകദേശം 17 ഡിഗ്രി കോണിലായിരിക്കുമ്പോൾ തന്നെ ഫെയിലർ ആരംഭിച്ചു. തുടർന്ന് കപ്പലിൻ്റെ വീതിയിലും മുകളിലേക്കും അത് വ്യാപിച്ചു. ഡബിൾ ബോട്ടത്തിൻ്റെ 2 വ്യത്യസ്ത ഭാഗങ്ങൾ രൂപപ്പെടാൻ കാരണമായി. ആയിരക്കണക്കിന് യാത്രക്കാർക്കും ജീവനക്കാർക്കും 20 ലൈഫ് ബോട്ടുകൾ മാത്രം എന്തുകൊണ്ട്? കപ്പലിലെ 20 ലൈഫ് ബോട്ടുകൾക്ക് ഏകദേശം 1200 പേരെ ഉൾക്കൊള്ളാൻ കഴിയും. അതായത് ടൈറ്റാനിക്കിലെ 2223 പേരിൽ പകുതിയിലധികം പേരെ. തീർച്ചയായും അത് നിയമപരമായ ബാധ്യതകൾ നിറവേറ്റി. പക്ഷേ ഇതൊരു ആഡംബര കപ്പലായിരുന്നു. കപ്പൽ നിർമ്മാതാവായ ഹാർഡിലാൻഡ് ആൻഡ് വൂൾഫിൻ്റെ ജനറൽ മാനേജർ അലക്സാണ്ടർ കാർലൈൻ 64 ലൈഫ് ബോട്ടുകൾക്കുള്ള പദ്ധതി സമർപ്പിച്ചതായി റിപ്പോർട്ടുണ്ട്. പിന്നീട് അത് 32ആയി കുറച്ചു. 1910 അത് കൂടുതൽ കുറയ്ക്കാൻ തീരുമാനിച്ചു. അതേ വർഷം തന്നെ കാർലൈൻ രാജിവെച്ചു. പക്ഷേ അത് ലൈഫ് ബോട്ടുകളുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിൻ്റെ പേരിലാണോ എന്നറിയില്ല. കാർലൈന് നാഡീ തകരാർ സംഭവിച്ച് 55 വയസ്സിൽ വിരമിച്ചതായി റിപ്പോർട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അസുഖത്തിൻ്റെയും വേർപിരിയലിൻ്റെയും കാരണം ഒരു രഹസ്യമായി തുടരുന്നു. എന്തുകൊണ്ടാണ് ആരും കപ്പലിലെ ജീവനക്കാർക്ക് ബൈനോക്കുലറുകൾ വിതരണം ചെയ്യാത്തത്? കപ്പലിൻ്റെ അടിത്തട്ടിൽ ചിതറിക്കിടന്ന ടൈറ്റാനിക് അവശിഷ്ടങ്ങളിൽ ഒരു ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന ബൈനോക്കുലറുകളും ഉണ്ടായിരുന്നു. പക്ഷേ അവ വിതരണം ചെയ്തിരുന്നില്ല. BBC പറയുന്നതനുസരിച്ച് ഡേവിഡ് ബ്ലെയർ എന്ന നാവികന് നാവിഗേഷൻ ഉപകരണങ്ങളുടെ ഉത്തരവാദിത്തമുണ്ടായിരുന്നു. പക്ഷേ അവസാന നിമിഷമാണ് അദ്ദേഹത്തെ മാറ്റി നിയമിച്ചത്. സംഭരണ യൂണിറ്റിൻ്റെ താക്കോൽ തിരികെ കൊടുക്കാൻ മറന്നു. ടൈറ്റാനിക് പുറപ്പെടുന്നതിന് മുമ്പ് നാവിഗേഷൻ ഉപകരണങ്ങൾ പരിശോധിക്കാൻ ആരും സുരക്ഷാ പരിശോധന നടത്താത്തത് എന്തുകൊണ്ട്? ബ്ലെയറിനെ മാറ്റി നിയമിച്ചത് എന്തുകൊണ്ട്? താക്കോൽ അദ്ദേഹം കയ്യിൽ തന്നെ സൂക്ഷിച്ചത് എന്തുകൊണ്ട്? ക്രൂവിന് ബൈനോക്കുലറുകൾ ഉണ്ടായിരുന്നെങ്കിൽ അപകടം ഒഴിവാക്കാമായിരുന്നു തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വന്നു. അടുത്തത്, കാലിഫോർണിയൻ എന്ന കപ്പൽ മനഃപൂർവ്വം ടൈറ്റാനിക്കിനെ മുങ്ങാൻ അനുവദിച്ചോ? 1912 ഏപ്രിൽ 14 ടൈറ്റാനിക്കിന് സമീപം സഞ്ചരിച്ച SS കാലിഫോർണിയൻ്റെ ചുമതല ക്യാപ്റ്റൻ സ്റ്റാൻലി ഫിലിപ്പ് ലോഡിനായിരുന്നു. എന്നിരുന്നാലും രക്ഷാപ്രവർത്തനത്തിൽ സഹായിക്കാൻ അദ്ദേഹത്തിൻ്റെ ജീവനക്കാർ ഉടൻ പ്രതികരിച്ചില്ല. എന്തുകൊണ്ട്? ടൈറ്റാനിക് അപകട സമയത്ത് 19.5 മൈൽ ദൂരെയായിരുന്നു ദി കാലിഫോർണിയൻ എന്നാണ് ക്യാപ്റ്റൻ ലോഡ് പറഞ്ഞത്. എന്നാൽ അതിനും അടുത്തായിരിക്കാനാണ് സാധ്യത എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചത്. എന്നിരുന്നാലും പതിറ്റാണ്ടുകൾക്ക് ശേഷം ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടം കണ്ടെത്തിയത് വെച്ച് ലോഡിനെയും ദി കാലിഫോർണിയനെയും കുറ്റവിമുക്തരാക്കി. ഇത് മറ്റൊരു നിഗൂഢതയിലേക്ക് നയിച്ചു. മാത്രമല്ല, സമീപത്ത് ദുരൂഹമായി സ്ഥിതി ചെയ്ത മറ്റൊരു കപ്പൽ കണ്ടതായി സാക്ഷികൾ പറയുന്നു. അപ്പോൾ ടൈറ്റാനിക് മുങ്ങുന്നത് നിരീക്ഷിച്ച മറ്റൊരു കപ്പൽ ഉണ്ടായിരുന്നു. നോർവീജിയൻ സീലിംഗ് കപ്പലിൻ്റെ വിചിത്രമായ ആ കേസ് എന്തായിരുന്നു? നോർവീജിയൻ സീലിംഗ് കപ്പൽ ദി സാംസണും സമീപത്തുണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഒന്നും ഉറപ്പില്ല. സാംസണിൻ്റെ മുൻ ഫസ്റ്റ് ഓഫീസറായ ഹെൻറിക് നേസ് എന്ന ഒരു നോർവീജിയൻ പത്രത്തോട് തൻ്റെ
കപ്പൽ ടൈറ്റാനിക്കിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ദി വാഷിംഗ്ടൺ പോസ്റ്റ് അനുസരിച്ച് ദി സാംസൺ ന്യൂ ഫൗണ്ട്ലാൻഡിൽ നിന്ന് നിയമവിരുദ്ധമായി സീൽ വേട്ട നടത്തിയിരിക്കാം. അത് കണ്ടെത്തുമെന്ന് ഭയപ്പെട്ടു. റേഡിയോ ഇല്ലാത്തതിനാൽ ദി സാംസണ് ടൈറ്റാനിക്കിലെ ദുരന്തത്തിൻ്റെ തോത് പരിശോധിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ നോർവീജിയൻ കപ്പൽ അതിൻ്റെ ആർട്ടിക് വേട്ട സ്ഥലത്ത് നിന്ന് 1000 മൈൽ അകലെയായിരിക്കുകയും സീലുകളുള്ള സ്ഥലത്തിനടുത്തൊന്നും പോവാതിരിക്കുകയും ചെയ്തത് എന്തുകൊണ്ട്? പതിറ്റാണ്ടുകൾക്കായി ഈ സംശയവും ടൈറ്റാനിക് പണ്ഡിതരെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. ടൈറ്റാനിക് ബാൻഡ് അവസാനമായി ആലപിച്ച ഗാനം ഏതാണ്? 1ാം ക്ലാസ് കനേഡിയൻ യാത്രക്കാരിയായ വെരാഡിക് അവസാന ഗാനം നിയറർ മൈ ഗോഡ് ടു ദി എന്ന ഗാനമാണെന്ന് പറഞ്ഞു. സംഗീതജ്ഞർ അവരുടെ അവസാന മെലഡി വായിക്കുന്നതിന് മണിക്കൂറും 20 മിനിറ്റും മുമ്പ് താനൊരു ലൈഫ് റാഫ്റ്റിലായിരുന്നെന്ന് അവർ അവകാശപ്പെടുന്നു. ലൈഫ് ബോട്ടുകൾ കയറ്റുമ്പോൾ യാത്രക്കാരെ ശാന്തരാക്കാൻ സഹായിക്കേണ്ടത് തങ്ങളുടെ കടമയാണെന്ന് കരുതി സംഗീതജ്ഞർ സ്വമേധയ അവിടെ തന്നെ തുടർന്നു. അത് ശരിയാണെങ്കിൽ പോലും കഥ പറയാൻ ബാൻഡ് അംഗങ്ങളിലാരും ജീവിച്ചിരിപ്പില്ല. യാത്രക്കാരുടെ വിവരങ്ങളും ക്രൂവിൻ്റെ വിവരങ്ങളും വളരെയധികം പൊരുത്തക്കേടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അവസാന ഗാനം ഒരു ശാശ്വത രഹസ്യമായി തുടരുന്നുവെന്ന അർത്ഥം. ടൈറ്റാനിക് കപ്പൽ മുങ്ങുന്നതിന് മുമ്പ് ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്തിന് എന്ത് സംഭവിച്ചു? ടൈറ്റാനിക് എന്തിലാണ് ഇടിച്ചതെന്ന് ചോദിക്കാൻ ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്ത് 1912 ഏപ്രിൽ 14 രാത്രി 11:40 ഷിപ്പ് ബ്രിഡ്ജിൽ പ്രത്യക്ഷപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ഒരു മഞ്ഞുമല സാർ ഫസ്റ്റ് ഓഫീസർ വില്യം മാർഡോക്ക് മറുപടി നൽകി. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ടൈറ്റാനിക് മുങ്ങുമ്പോൾ സ്മിത്ത് ഒരു പിസ്റ്റൾ ഉപയോഗിച്ച് ആത്മഹത്യ ചെയ്യുന്നതായി കണ്ടതായി അതിജീവിച്ച ചിലർ അവകാശപ്പെടുന്നു. മറ്റുള്ളവർ ബ്രിഡ്ജിൻ്റെ വീൽ ഹൗസിനുള്ളിൽ ടൈറ്റാനിക് മുങ്ങുന്നത് കണ്ടതായി റിപ്പോർട്ട് ചെയ്തു. എഴുത്തുകാരനായ വിൻ ക്രെയ്ഗ് വേർഡിൻ്റെ അഭിപ്രായത്തിൽ ക്യാപ്റ്റൻ സ്മിത്തിന് കുറഞ്ഞത് 5 വ്യത്യസ്ത മരണങ്ങളെങ്കിലും പലരും ചാർത്തി കൊടുത്തിട്ടുണ്ട്. അതായത് വീരോചിതം മുതൽ നാണക്കേട് വരെ. അദ്ദേഹത്തിൻ്റെ അതിജീവനത്തെക്കുറിച്ചുള്ള കിംവദന്തികളും പ്രചരിച്ചിട്ടുണ്ട്. ടൈറ്റാനിക് മുങ്ങാൻ ഒരു സൂപ്പർ മൂൺ സഹായിച്ചു. ടെക്സാസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഗവേഷകർക്ക് ഒരു സിദ്ധാന്തമുണ്ട്. 1400 വർഷത്തിനിടയിൽ കണ്ടിട്ടില്ലാത്ത ഒരു അപൂർവ ചാന്ദ്ര പ്രതിഭാസം കപ്പലിനെ മുക്കിക്കളയുന്ന അപകടകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു ഈ ചാന്ദ്ര പ്രതിഭാസം എന്നവർ പറയുന്നു. സാധാരണയായി ടൈറ്റാനിക് മുങ്ങാൻ കാരണമായ തരം മഞ്ഞുമല തെക്കോട്ടുള്ള കപ്പൽപാതകളിൽ അങ്ങനെ പൊങ്ങിക്കിടക്കുമായിരുന്നില്ല. സൂപ്പർ മൂൺ അസാധാരണമായ ഉയർന്ന വേലിയേറ്റത്തിന് കാരണമായേക്കാം. അതുവഴി ഗ്രീൻലാൻഡ് ഹിമാനിയിൽ നിന്ന് മഞ്ഞുമലയെ വലിച്ചു കൊണ്ടുവന്നതാകാം. അതാണ് ടെക്സസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സിദ്ധാന്തം. ടൈറ്റാനിക്കിൻ്റെ പാതയിലേക്ക് മഞ്ഞുമല പൊങ്ങിക്കിടക്കുന്നെങ്കിൽ തന്നെ അതിന് 3 മാസം എടുക്കുമായിരുന്നു. അപ്പോൾ ഇതെല്ലാം 1912 ജനുവരി 4 ഒരു വിചിത്ര ചാന്ദ്ര പ്രതിഭാസം കാരണമാണോ സംഭവിച്ചത്? അടുത്തത്, കാർപ്പാത്തിയിൽ നിന്ന് ഇറങ്ങാതെ രക്ഷപ്പെട്ട യാത്രക്കാർക്ക് എന്ത് സംഭവിച്ചു? ടൈറ്റാനിക് കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടവരിൽ എത്ര പേർ RMS കാർപ്പാത്തിയ എന്ന രക്ഷാക്കപ്പലിൽ കയറി ന്യൂയോർക്കിൽ ഇറങ്ങിയില്ല? വ്യക്തമല്ല. പക്ഷേ രക്ഷപ്പെട്ടവരിൽ 6 പേർ. അവർ എല്ലാവരും ചൈനീസ് നാവികരായിരുന്നു. അമേരിക്കയിൽ ചൈനീസ് തൊഴിലാളികളുടെ കുടിയേറ്റം നിരോധിക്കുന്ന നിയമമായ ചൈനീസ് എക്സ്ക്ലൂഷൻ ആക്ട് പ്രകാരം അവർക്ക് കപ്പലിൽ തന്നെ തുടരേണ്ടി വന്നു. പിന്നീട് അവരെ ക്യൂബയിലേക്ക് പോകുന്ന ഒരു കപ്പലിലേക്ക് മാറ്റി. എന്നാൽ അവർ അപ്രത്യക്ഷരായി. ഒരു ഡോക്യുമെൻ്ററി സംഘം ആ പുരുഷന്മാരെ കണ്ടെത്താൻ ശ്രമിച്ചു. അവർ ആദ്യം UK-യിലേക്കും പിന്നീട് കാനഡയിലേക്കും ഇന്ത്യയിലേക്കും തിരികെ USA-യിലേക്കുമൊക്കെ ചിതറിപ്പോയെന്ന് പലരും വിശ്വസിച്ചു. പക്ഷേ വിശദാംശങ്ങൾ അവ്യക്തവും ദുരൂഹവുമായി തുടരുന്നു. ടൈറ്റാനിക് ദുരന്തത്തിൽ നിന്ന് ആ പുരുഷന്മാർ രക്ഷപ്പെട്ട കാര്യം അവർ മരിച്ചതിന് ശേഷമാണ് ചില ബന്ധുക്കൾ പോലും അറിഞ്ഞത്. എന്തുകൊണ്ടാണ് കോടീശ്വരനായ ജോൺ ജേക്കബ് ആസ്റ്റർ ലൈഫ് ബോട്ടിൽ കയറാൻ വിസമ്മതിച്ചത്? $150 മില്യൺ ആസ്തിയുള്ള 47-കാരനായ ജോൺ ജേക്കബ് ആസ്റ്റർ ടൈറ്റാനിക്കിലെ ഏറ്റവും ധനികനായിരുന്നു. 18 വയസ്സുള്ള ഭാര്യ മഡലീനും സേവകരും ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ സംഘം ദുരന്ത സമയത്ത് അലസത കാണിച്ചതായി തോന്നി. ആസ്റ്റർ ഭാര്യയെ 4ാമത്തെ ലൈഫ് ബോട്ടിൽ സുരക്ഷിതമായി കയറ്റി. പക്ഷേ സ്ത്രീകളും കുട്ടികളും ആദ്യം എത്തിയതിനാൽ ആസ്റ്ററിന് കയറാൻ അനുവാദമില്ലായിരുന്നു. എന്നിരുന്നാലും 7 ലൈഫ് ബോട്ടുകളിൽ കയറാൻ ആസ്റ്ററിന് അവസരം ലഭിച്ചതായി റിപ്പോർട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും രഹസ്യമായി തുടരുന്ന കാരണങ്ങളാൽ അദ്ദേഹം അതിൽ നിന്ന് വിട്ടുനിന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ദി മക്കേ ബെന്നറ്റിൻ്റെ ജീവനക്കാർ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെടുക്കുകയും ന്യൂയോർക്കിലെ ട്രീറ്റി സെമിത്തേരിയിൽ സംസ്കരിക്കുകയും ചെയ്തു. കൂടുതൽ അറിവുകൾക്കും കൗതുക വാർത്തകൾക്കും ഭൂലോകം TV സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നന്ദി, നമസ്കാരം.